ഹായ് ഓൾ, വെൽക്കം ടു അഡാക് 24/7 മലയാളം കറണ്ട് അഫയേഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് 2023 ഏപ്രിൽ മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു സെഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ അഡാ 24/7 മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിൽ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാരത്തിന് അർഹനായത് 2023 തകഴി പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് M. മുകുന്ദനായിരുന്നു. ഓർത്തിരിക്കുക, മറക്കരുത്. 2023 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ 2023 തകഴി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? M. മുകുന്ദനാണ്. മറക്കരുത്, M. മുകുന്ദൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തിന് ലഭിച്ചു. എന്തായാലും ഓർത്തിരിക്കുക, സിംഗപ്പൂരിലെ എക്സാമിന് ഓൾറെഡി ചോദിച്ചതാണ്. സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തിനാണ് ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തിനാണ്. ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇനിയും ചോദിക്കാം, പുറത്തു വച്ചിരിക്കുക. അടുത്തത് പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ സാധു ഇട്ടിയവര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. പേരെന്താണ്? സാധു ഇട്ടിയവര അന്തരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡ്, അൽബേറിയൻ ഇന്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സാധു ഇട്ടിയവര അന്തരിച്ചു. സാമൂഹിക പരിഷ്കർത്താവും ഗ്രന്ഥകാരനുമായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം, മലയാറ്റൂർ അവാർഡ് ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയത് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സിനാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിന് കിട്ടി. അതുപോലെ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയത് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരത്തിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 8ാം സ്ഥാനമാണ്. ആഫ്രിക്കൻ രാജ്യമായ ചാഡ് ആണ് 1ാം സ്ഥാനത്തുള്ളത് എന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 8. അതുപോലെ തന്നെ 1ാം സ്ഥാനത്തുള്ളത് ചാഡ്, ആഫ്രിക്കൻ രാജ്യമായ ചാഡ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് മുൻ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായ KP ദണ്ഡപാണി അന്തരിച്ചു. മുൻ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായ KP ദണ്ഡപാണി അന്തരിച്ചു. KP ദണ്ഡപാണി ഓർത്തിരിക്കുക, അഭിഭാഷകനാണ് കേട്ടോ, അഭിഭാഷകനാണ്. KP ദണ്ഡപാണി അഭിഭാഷകനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായി മാറി കർണാടക ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധാരൂഢ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ മറക്കരുത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയത് കർണാടക ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധാരൂഢ സ്വാമി റെയിൽവേ സ്റ്റേഷനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് വനിതാരത്ന പുരസ്കാരമാണ്. 2022 വനിതാരത്ന പുരസ്കാരം ആർക്കൊക്കെയാണ് കിട്ടിയത്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, RS സിന്ധു എന്നിവർക്ക് സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരം. ആർക്കൊക്കെയാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, അതുപോലെ RS സിന്ധു. മറക്കരുത്, ലേഖ, ആയിഷ, ലക്ഷ്മി, സിന്ധു. മറക്കരുത്, ലേഖ, ആയിഷ, ലക്ഷ്മി, സിന്ധു എന്നിവർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക.
അടുത്തത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2021-22 സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനം. സ്പാർക്കിൽ കേരളത്തിന് റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനം എന്നുള്ള ഓർത്തിരിക്കുക. സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2021-22 സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ കൂടി 2023 ഇന്ത്യയുടെ LV-M3 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച കാര്യം ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ എത്ര ഉപഗ്രഹങ്ങൾ? 36 ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ LV-M3 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ആബേൽ പുരസ്കാരം. ഇപ്പൊ ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആബേൽ പുരസ്കാരം 2023 ആർക്കാണ്? ലൂയിസ് കഫറലിക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ആബേൽ പുരസ്കാരം ലൂയിസ് കഫറലിക്ക് ലഭിച്ചു. ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ആബേൽ പുരസ്കാരം ലൂയിസ് കഫറലിക്ക് ലഭിച്ചു. അടുത്തത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചു. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തുക. ഓരോന്ന് ബൈഹാർട്ട് തന്നെ പോവുക. കുറേ വായിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. പിന്നെ നോട്ട് നോക്കി വായിച്ച് പഠിക്കാനും ശ്രദ്ധിക്കുക. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിനാണ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് അല്ലേ? പ്രഥമ വനിതാ പ്രീമിയർ ലീഗ്, വുമൻസ് പ്രീമിയർ ലീഗ് ആർക്കാണ്? മുംബൈ ഇന്ത്യൻസ്. ഇങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ W എന്നുള്ള ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ M ആയില്ലേ? അപ്പോൾ 2023 പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചു. അപ്പോൾ വുമൻസ് പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ്, ആ WM ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലോകത്താദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ടെറാൻ 1. ലോകത്താദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ടെറാൻ 1 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം വന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ്. ലഡാക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. ലഡാക്കിലെ ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ് വന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഡാർക്ക് സ്കൈ റിസർവ് വന്നത് ലഡാക്കിലെ ഹാൻലെയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പിറവം മുനിസിപ്പാലിറ്റി, മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ 1ാം സ്ഥാനം നേടി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് പറഞ്ഞത്? ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പിറവം മുനിസിപ്പാലിറ്റി, മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത്. ഓർത്തിരുന്നോളൂ, 1ാം സ്ഥാനം നേടി. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പിറവം മുനിസിപ്പാലിറ്റി, മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ 1ാം സ്ഥാനം നേടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഈ ടെൻഡർ പോർട്ടലിന്റെ മികച്ച നടത്തിപ്പിന് സംസ്ഥാന IT മിഷന് ദേശീയ പുരസ്കാരം ലഭിച്ചു. ഈ ടെൻഡർ പോർട്ടലിന്റെ മികച്ച നടത്തിപ്പിന് സംസ്ഥാന IT മിഷന് ദേശീയ പുരസ്കാരം ലഭിച്ചു. അടുത്തത് കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് മാർച്ച് 30 എത്ര വയസ്സാണ് പൂർത്തിയായത്? 100 വയസ്സ് പൂർത്തിയായി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായി. അടുത്തത് വിഖ്യാത കലാകാരൻ വിവാൻ സുന്ദരം അന്തരിച്ചു. ചിത്രകല, ശില്പനിർമ്മാണം, ഫോട്ടോഗ്രാഫി, ഇൻസ്റ്റലേഷൻ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പേര് മറക്കരുത്. വിവാൻ സുന്ദരം. ചിത്രകല, ശില്പനിർമ്മാണം, ഇപ്പോൾ ചിത്രങ്ങളാണെങ്കിലും
ശില്പങ്ങളാണെങ്കിൽ സുന്ദരമായത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ, ഫോട്ടോഗ്രാഫികളാണെങ്കിൽ. അപ്പോൾ ആ ഒരു പേരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. വിവാൻ സുന്ദരം, ചിത്രകല, ശില്പനിർമ്മാണം, ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലി, കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലി. അതുപോലെ കായിക മേഖലയിലാണെങ്കിൽ PR ശ്രീജേഷ്, സാഹിത്യത്തിനാണെങ്കിൽ K ശബിതയുമാണ് പുരസ്കാരത്തിന് അർഹരായത് എന്നുള്ളത് ഓർത്തിരിക്കുക. സംസ്ഥാന എന്ത് പുരസ്കാരമാണ്? സംസ്ഥാന യുവജന കമ്മീഷന്റെ. നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് തോന്നും ഇതെല്ലാം ടഫ് അല്ലേ, ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുമോ? ഉറപ്പായിട്ടും ഓർമ്മയിൽ നിൽക്കും. നമ്മൾ 1-2 തവണ ക്ലാസ്സുകൾ കാണുക, 1-2 തവണ നമ്മുടെ PDF വായിച്ചു വിടുക. ഓരോന്നോരോന്നിട്ട് പഠിക്കാതല്ലാതെ വായിച്ചു വിടുക. വായിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇതെല്ലാം ഓർമ്മയിലുണ്ടാവും. അപ്പോൾ സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലി, കായിക മേഖലയിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷ്, സാഹിത്യത്തിനാണെങ്കിൽ MK ശബിതയുമാണ് പുരസ്കാരത്തിന് അർഹയായത്. അപ്പോൾ മനസ്സിലാക്കുക, ഓർത്തിരിക്കണം എന്തായാലും. കലാ സാംസ്കാരിക മേഖല ആസിഫ് അലി, കായിക മേഖല ഒളിമ്പ്യൻ PR ശ്രീജേഷ്, സാഹിത്യമാണെങ്കിൽ MK ശബിത. ഓക്കെ. അടുത്തത് ബ്രിട്ടീഷ് ഹാസ്യതാരവും ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രചാരകനുമായ പോൾ ഒ ഗ്രേഡി അന്തരിച്ചു. ബ്രിട്ടീഷ് ഹാസ്യതാരമാണ്, ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രചാരകനുമായിരുന്ന പോൾ ഒ ഗ്രേഡി. ബ്രിട്ടീഷ് ഹാസ്യതാരമാണ് പോൾ ഒ ഗ്രേഡി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ, നാടക സംവിധായകനും രചയിതാവും ദീപ സംവിധായകനുമായ ഗോപിനാഥ് കോഴിക്കോട്, ചെണ്ട ഇടയ്ക്ക കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടി. പാർക്കൊക്കെയാണ് ഗായകനായിട്ടുള്ള വിദ്യാധരൻ. അതുപോലെ ഗോപിനാഥ് കോഴിക്കോട് സംവിധായകനാണ്. അതുപോലെ ചെണ്ട ഇടയ്ക്ക കലാകാരൻ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. ആർക്കൊക്കെയാണ്? വിദ്യാധരൻ, ഗോപിനാഥ്, ഉണ്ണികൃഷ്ണൻ. വിദ്യാധരൻ, ഗോപിനാഥ്, ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പെരുമ്പടവം ശ്രീധരൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പെരുമ്പടവം ശ്രീധരനാണ്. അടുത്തത് പ്രമുഖ സാഹിത്യകാരി സാറാ തോമസ് അന്തരിച്ചു. നാർമടിപ്പുടവ എക്സാമിന് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. സാറാ തോമസ് അന്തരിച്ചു. നാർമടിപ്പുടവ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് മലയാളത്തിന്റെ ചിരി മാഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നസെന്റ് അന്തരിച്ച ഒരു വാർത്ത കൂടെയുണ്ട്. 5 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന നടനും മുൻ MP-യും താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ഇന്നസെന്റ് അന്തരിച്ചു. അടുത്തത് 2023 ISL ഫുട്ബോൾ കിരീടം കിട്ടിയത് ATK മോഹൻ ബഗാനാണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബംഗളൂരു FCയെ ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. 2023 ISL ഫുട്ബോൾ കിരീടം കിട്ടിയത് ATK മോഹൻ ബഗാൻ. 2023 ISL ഫുട്ബോൾ കിരീടം കിട്ടിയത് ATK മോഹൻ ബഗാനാണ്. ഫൈനലിൽ ബംഗളൂരു FCയെ ആണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് ജലബാല വൈദ്യ അന്തരിച്ചു. ജലബാല വൈദ്യ നാടക പ്രവർത്തകയും അതുപോലെ നർത്തകിയുമായിരുന്നു. നർത്തകിയുമായ ജലബാല വൈദ്യ അന്തരിച്ചു. അടുത്തത് പോയ വർഷം ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളെ കുറിച്ചുള്ള ടൈം മാഗസിൻ പട്ടികയിൽ ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന് 1-ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ ഓർത്തിരിക്കുക, പോയ വർഷം ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളെ കുറിച്ചുള്ള ടൈം മാഗസിൻ പട്ടികയിൽ ഷാരൂഖ് ഖാൻ 1-ാം സ്ഥാനം. അവകാശ പോരാട്ടങ്ങൾക്കായി നിരന്തരം സമരം ചെയ്യുന്ന ഇറാനിയൻ വനിതകളാണ് 2-ാം സ്ഥാനത്ത്. വനിതകളാണ് 2-ാം സ്ഥാനം. ടൈം മാഗസിൻ ഷാരൂഖ് ഖാൻ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനത്തുള്ളത് ഇറാനിയൻ വനിതകളാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സലീം ദുറാനി അന്തരിച്ചു. ക്രിക്കറ്റ് താരമായിരുന്നു അല്ലെ, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരമായ സലീം ദുറാനി അന്തരിച്ചു. അടുത്തത് US-ലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ലോകത്തിലെ ജനപ്രിയ നേതാക്കളുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1-ാം സ്ഥാനം. എന്താണ് ജനപ്രിയ നേതാക്കളുടെ? US-ലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ലോകത്തിലെ ജനപ്രിയ നേതാക്കളുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1-ാം സ്ഥാനം ലഭിച്ചു. അടുത്തത് പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. എന്തായാലും ഓർത്തിരിക്കുക, പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം.
സ്ത്രീകളുടെ സ്വയരക്ഷ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സംയുക്തമായി ആരംഭിച്ച പദ്ധതി ധീരം. ധീരം എന്നുള്ളത് ഓർത്തിരിക്കുക, ധീരമാണ് ആൻസർ. സ്ത്രീകളുടെ സ്വയംരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ധീരം. ധീരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, പ്രമുഖ ബാലസാഹിത്യകാരൻ KV രാമനാഥൻ അന്തരിച്ചു. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ബാലസാഹിത്യകാരൻ KV രാമനാഥൻ അന്തരിച്ചു. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ KV രാമനാഥൻ ബാലസാഹിത്യകാരനാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. KV രാമനാഥൻ ബാലസാഹിത്യകാരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് ഇന്ത്യൻ പ്രതിഭ CR റാവുവിന് ലഭിച്ചു. 1968 പത്മഭൂഷണും 2001 പത്മവിഭൂഷണും നൽകിയ രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത് CR റാവുവിന്. CR റാവു സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത് CR റാവു. CR റാവുവിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഡോക്ടർ BR അംബേദ്കർ. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ. എന്നതിന് ശേഷം നോട്ട് വായിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത്, ഡോക്ടർ BR അംബേദ്കർ നാഷണൽ എക്സലൻസ് യൂണിവേഴ്സൽ എക്സലൻസ് അവാർഡ് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന്. BR അംബേദ്കർ നാഷണൽ എക്സലൻസ് അവാർഡ്, BR അംബേദ്കർ നാഷണൽ എക്സലൻസ് അവാർഡ്, BR അംബേദ്കർ നാഷണൽ എക്സലൻസ് അവാർഡ് കിട്ടിയത് ജോർജ് ഓണക്കൂറിനാണ്. BR അംബേദ്കർ നാഷണൽ എക്സലൻസ് അവാർഡ് കിട്ടിയത് ജോർജ് ഓണക്കൂറിന് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യക്കാരിയായ കിരൺ നാടാർക്ക്. കിരൺ നാടാർക്ക് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യക്കാരിയായ കിരൺ നാടാർക്ക് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ. ഇന്ത്യക്കാരിയായ കിരൺ നാടാർക്ക് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഇന്ത്യക്ക് അംഗത്വം 2024 ജനുവരി 1 മുതൽ 4 വർഷത്തേക്കാണ് അംഗത്വം എന്നുള്ളത് ഓർത്തിരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഇന്ത്യക്ക് അംഗത്വം 2024 ജനുവരി 1 മുതൽ 4 വർഷത്തേക്കാണ് അംഗത്വം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത്, വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിൽ 2016 തുടങ്ങിയ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 1 കോടി രൂപയുടെ പുരസ്കാരം ലഭിച്ചു. വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിൽ 2016 തുടങ്ങിയ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയുടെ, കേന്ദ്ര സർക്കാരിന്റെ 1 കോടി രൂപയുടെ പുരസ്കാരം ലഭിച്ചു. അപ്പൊ മറക്കരുത്, കിരൺ നാടാർക്ക് നൈറ്റ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചു. UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചു. വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിന് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയുടെ സമ്മാനം ലഭിച്ചു. ഓർത്തിരിക്കുക. അടുത്തത്, മലയാളി താരം സാജൻ പ്രകാശിന് തായ്ലൻഡ് ഓപ്പൺ നീന്തലിൽ സ്വർണം. 200 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിലാണ് സ്വർണ്ണ നേട്ടം എന്നുള്ളതും ഓർത്തിരിക്കുക. മലയാളി താരം സാജൻ പ്രകാശിന് തായ്ലൻഡ് ഓപ്പൺ നീന്തലിൽ സ്വർണം. 200 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിലായിരുന്നു സ്വർണം നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, 2023 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച നേട്ടം കൈവരിച്ച കേരളത്തിലെ 4 പഞ്ചായത്തുകൾ. മികച്ച ശിശു സൗഹൃദം, ശിശു എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറുതെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാൻ, ചെറുതന ആലപ്പുഴയാണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴയാണ്. സ്വയം പര്യാപ്തം, വിയപുരം എന്ന് ഓർത്തിരിക്കും. സ്വയം പര്യാപ്ത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വിയപുരം ആലപ്പുഴ. ജലപര്യാപ്തതയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ 2ാം സ്ഥാനം ലഭിച്ചത് പെരുമ്പടപ്പ് മലപ്പുറം. ജലപര്യാപ്തതയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ 2ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം. അപ്പൊ ജലം അടച്ചു വെക്കാന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജലപര്യാപ്തതയ്ക്കുള്ള പ്രവർത്തനങ്ങൾ 2ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം. സദ്ഭരണ വിഭാഗം 3ാം സ്ഥാനം ലഭിച്ചത് അളഗപ്പ നഗർ തൃശ്ശൂർ എന്നുള്ളതും ഓർത്തിരിക്കുക. സദ്ഭരണ വിഭാഗം 3ാം സ്ഥാനം ലഭിച്ചത് അളഗപ്പ നഗർ തൃശ്ശൂർ എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓപ്ഷൻസിൽ അത് വരുന്ന സമയത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ വിയപുരം ആലപ്പുഴ. ജലപര്യാപ്തതയ്ക്കുള്ള പ്രവർത്തനങ്ങൾ 2ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം. സദ്ഭരണ വിഭാഗം 3ാം സ്ഥാനം അളഗപ്പ നഗർ തൃശ്ശൂർ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ആരംഭിച്ച ഡബിൾ ഡക്കർ സോളാർ ടൂറിസ്റ്റ് ബോട്ടാണ് സൂര്യാംശു. ബോട്ടുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൽ വരുന്നുണ്ട്.
പ്രത്യേകം ഓർത്തിരുന്ന് പഠിച്ചോളൂ. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ആരംഭിച്ച ഡബിൾ ഡെക്കർ സോളാർ ടൂറിസ്റ്റ് ബസ് അല്ലേ, സോളാർ എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ എന്ന് പറയുമ്പോൾ തന്നെ സൂര്യനായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, സൂര്യാംശു, സൂര്യന്റെ അംശം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോളാർ ടൂറിസ്റ്റ് ബോട്ടാണ് സൂര്യാംശു, സൂര്യാംശു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും ചേർന്ന് കൊളംബോയിൽ ആരംഭിച്ചത് സ്ലിനെക്സ് 2023. ഇപ്പൊ ശ്രീലങ്ക ഇന്ത്യ എക്സസൈസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഓർത്തിരിക്കാം അല്ലേ. ശ്രീലങ്ക ഇന്ത്യ എക്സസൈസ് സ്ലിനെക്സ് 2023 ഇന്ത്യ ആൻഡ് ശ്രീലങ്ക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് രാജ്യത്തെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം വരുന്നത് കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം വരുന്നത് കൊൽക്കത്തയിലാണെന്നുള്ള ഓർത്തിരിക്കുക. അടുത്തത് ലോകത്തിലെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മുംബൈ നഗരം ഇടം പിടിച്ചു. ലോകത്തിലെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മുംബൈ നഗരം ഇടം പിടിച്ചു. മികച്ച പൊതുഗതാഗത സംവിധാനമാണ് കേട്ടോ. മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇടം പിടിച്ചത്? മുംബൈ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏപ്രിലിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല, ഒന്നും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ടും പഠിക്കുക. നമുക്ക് PSC ബുള്ളറ്റിന് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതൊന്നും കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം ന്യൂസ് പേപ്പേഴ്സൊക്കെ അരിച്ചു പെറുക്കിയാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടുപോകാതെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായ മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പെയ്ഡ് ബാച്ചസിൽ ജോയിൻ ചെയ്യണം, ഡീറ്റെയിൽഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത് ആണ് കേട്ടോ, ഓർത്തിരുന്നോളൂ. ശരി, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കറണ്ട് അഫയേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഹോമിൽ പോകുന്നു, ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമുക്ക് കാണാം മലയാളത്തിലും ഇംഗ്ലീഷിലും കറണ്ട് അഫയേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക, സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, കേരള കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ RRB NTPC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ടെസ്റ്റ് സീരീസ് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസ് എഴുതാന്നുള്ളത്. അപ്പോൾ ഒരുപാട് എക്സാംസ് എഴുതി നോക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, അതിൻ്റെ ബേസിസിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, പാറ്റേൺ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ആളുകൾക്ക് എല്ലാം എന്ത് ചെയ്യാം? ഈ RRB NTPC ടെസ്റ്റ് പാക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? സ്റ്റോറിൽ പോയിട്ട് ടെസ്റ്റ് സീരീസ് എടുക്കുക, RRB NTPC കേരള എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിങ്ക് കളറിലൊരു ഫോൾഡർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. Y670S 670S. അപ്പോൾ Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ മാക്സിമം കുറഞ്ഞ എമൗണ്ടിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള ബാച്ചുകളാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ബാച്ച് അവൈലബിൾ ആണ്. സ്റ്റോറിൽ പോകാം, കേരള PSC എടുക്കാം. ഇവിടെയാണ് സ്റ്റോറുള്ളത്, കേരള PSC എടുക്കുക. ഈ ഒരു ബാച്ച് ചൂസ് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ RRB SSC എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് കോഴ്സ് അത് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റോറിൽ പോവുക, SSC അല്ലെങ്കിൽ RRB എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നതിന് ശേഷം ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു, Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലാണ് KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്